ഗുഡ് മോർണിംഗ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് റീസെൻറ്റ് ഇയേഴ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസ്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒരു 10 മേഖലകളിലാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ വരുന്ന ഫസ്റ്റാണ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സെക്കൻഡാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, തേർഡാണ് ദ ഹ്യൂമൻ റിലേഷൻ മൂവ്മെൻറ്റ്, ഫോർത്ത് മാനേജ്മെൻറ്റ് സയൻസ്, the computer age, just in time, total quality management, supply chain management, environmental issues, electronic commerce. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ചേഞ്ചസ് എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഇതിൽ ഫസ്റ്റത്തെ 5 പോയിൻറ്റ്സ് വെച്ചാൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തൊട്ടിട്ട് കമ്പ്യൂട്ടർ ഏജ് വരെ രശ്മിൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളാണ് ജസ്റ്റ് ഇൻ ടൈമും, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റും, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസും, ഇലക്ട്രോണിക് കൊമേഴ്സും. അപ്പോൾ ജസ്റ്റ് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് വരുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം. എന്താണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്? ജസ്റ്റ് ഇൻ ടൈം ഈസ് എ മേജർ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഫിലോസഫി. ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഫിലോസഫിയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ജപ്പാനിലാണ്, 1980-ലാണ്. ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ടു അച്ചീവ് ദ ഹൈ വോളിയം പ്രൊഡക്ഷൻ യൂസിങ് മിനിമൽ എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി. വളരെ കുറച്ച് ഇൻവെൻറ്ററീസ് യൂസ് ചെയ്തിട്ട് മാക്സിമം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മാക്സിമം എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇൻവെൻറ്ററീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ലെവൽ എന്ത് ചെയ്യാനാണ്, കുറയ്ക്കുന്ന ഒരു അപ്രോച്ചാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. This is achieved through coordination of the flow of materials so that the right parts arriving at a right place and right quantity. എന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് പാർട്സ് എന്ത് ചെയ്യുക, നമ്മുടെ ഫ്ലോ ഓഫ് മെറ്റീരിയലിൻ്റെ കോർഡിനേഷനാണ് ജസ്റ്റ് ഇൻ ടൈം അച്ചീവ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള റൈറ്റ് പാർട്സ് റൈറ്റ് പ്ലേസിൽ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുക, എത്തിക്കുക. അത്രയാണ് ജസ്റ്റ് ഇൻ ടൈമിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ്. ജപ്പാനിലാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, 1980-ലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം ലെവൽ ഓഫ് ഇൻവെൻറ്ററിയിൽ മാക്സിമം വോളിയം ഓഫ് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഇൻ ടൈം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഇൻ ടൈമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്കോപ്പ് പറയുന്ന കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ ക്വാളിറ്റി മാനേജ്മെൻറ്റ്? നമ്മുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യുക, മാക്സിമൈസിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ആസ് എ കസ്റ്റമർ ഡിമാൻഡ് എവർ ഹൈ ദ ക്വാളിറ്റി ഇൻ ദെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്, ദ കമ്പനീസ് ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ദ ക്വാളിറ്റി ഇൻ ഓർഡർ ടു റിമൈൻ കോമ്പറ്റേറ്റീവ്. നമുക്കറിയാം ഇന്നത്തെ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ്. ഇന്ന് നമ്മളൊരു സോപ്പ് ഉൽപ്പാദിപ്പിച്ചു എന്ന് വിചാരിക്കും, ഒരു സോപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. നാളെ സെയിം ഫ്ലേവർ വെച്ചിട്ട് വ്യത്യസ്ത കമ്പനികളുടെ ഒരുപാട് സോപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനിലാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കോമ്പറ്റേറ്റീവ് ഒക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ കമ്പനീസ് ഫോഴ്സ് ആവുകയാണ്. എന്ന് വെച്ചാൽ കമ്പനീസ് ഹയർ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റും സർവീസസും കൊടുത്താൽ മാത്രമേ ഇന്നത്തെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിലനിൽക്കാൻ പറ്റുള്ളൂ. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ക്വാണ്ടിറ്റീനേക്കാളും കൂടുതൽ ഹയർ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ആണ്. അപ്പോൾ ഇതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടെക്നിക്കാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ ഫിലോസഫി. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണ്, ഒരു ഫിലോസഫിയാണ്. ഇത് പ്രൊമുലേറ്റഡ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി ഗുരൂസ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുകയാണെന്ന് വെച്ചാൽ W. ഇവാർഡ്സ് ഡെമി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തികളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് വെച്ചാൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യാനാണ്, കൂട്ടാനാണ്. എങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക? പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുക എങ്ങനെയാണ്, അതിൻ്റെ വേസ്റ്റേജ് ഡിഫക്ട്സ് ഒക്കെ എന്ത് ചെയ്തിട്ടാണ്, കുറച്ചിട്ടാണ്. പ്രൊഡക്റ്റ് വേസ്റ്റേജ് ആവാൻ പാടില്ല, അതുപോലെ പ്രൊഡക്റ്റിന് ഡിഫക്ട്സ് ഉണ്ടാവാൻ പാടില്ല. ഒരു സാധനം ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡിഫക്ട്സ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരത്തിൽ പ്രൊഡക്റ്റിൻ്റെ ഡിഫക്ട്സുകളും വേസ്റ്റേജുകളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനെ മിനിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, സാറ്റിസ്ഫൈ ചെയ്യുക. അവരുടെ ക്വാളിറ്റി, പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, SCM. എന്താ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
The supply chain management involved managing the flow of materials and information from suppliers and buyers of raw materials of all way to the final customers. ഇവിടെ എന്താ പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫ്ലോ ഓഫ് മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ്റെയും ഫ്ലോ ആണ്. നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ, മറ്റെന്ത് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യാണ്, സപ്ലൈയുടെ കയ്യിൽ നിന്നും ബയറുടെ കയ്യിലേക്കും അതുപോലെ ഫൈനൽ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്കും ഒക്കെ ഫ്ലോ ചെയ്യൽ ചെയ്യുന്നത്. ആ ഫ്ലോനെയാണ് എന്ത് പറയുന്നത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അറിയാം, ഒരു പ്രൊഡ്യൂസർ എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയാണ്, ആ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യും, പിന്നെ സപ്ലയേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും, പിന്നെ ബയേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും, ബയേഴ്സ് ഫൈനൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കും. അങ്ങനെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ആ ഫ്ലോയിലെ മെറ്റീരിയൽസിനെ ഇൻഫോർമേഷനൊക്കെ മാനേജ് ചെയ്യുന്നതിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ഓവറോൾ ക്വാളിറ്റി എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യുക, ഹയർ സർവീസ്, ഡെലിവറിയുടെ ഹയർ സർവീസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സിൽ പറയാനുള്ളത്. ദ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയർ ദി ടീം അപ്രോച്ച്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എപ്പോഴും എന്ത് വേണം, ഒരു ടീമായിട്ടുള്ള അപ്രോച്ച് വളരെ ആവശ്യമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. മാർക്കറ്റിംഗ്, പർച്ചേസിങ്, ഓപ്പറേഷൻസ്, എൻജിനീയറിങ്, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻസിലൊക്കെ ടീമായിട്ടുള്ള അപ്രോച്ച് ഉണ്ടെങ്കിൽ മാത്രമേ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ദിസ് അപ്രോച്ച് ഹാസ് ബീൻ ഷോഡ് ടു റിസൾട്ട് മോർ സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ്, മീനിങ് ദാറ്റ് എവറി വൺ ഇൻ ദി ചെയിൻ പ്രോഫിറ്റ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മളൊരു ഒരു ടീം അപ്രോച്ച് ആണെങ്കിൽ എല്ലാവരും എന്തായിരിക്കും, ആ പ്രോഫിറ്റ് ചെയിൻ്റെ ഉള്ളിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്തായിരിക്കും, ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസും ഇൻഫോർമേഷൻസും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് ബയേഴ്സിൻ്റെ അടുത്തേക്കും ബയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്കും ഒക്കെ എത്തിക്കുന്നുണ്ട്. ഈ ഫ്ലോനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. എന്തൊക്കെയാണ് ഒരു ബിസിനസ് നേരിടുന്ന എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്? നമുക്കറിയാം, ഒരു ബിസിനസ് ഒരുപാട് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് നേരിടുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും, വേസ്റ്റുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ എന്തൊക്കെ ഉണ്ടാവും, എയർ വാട്ടർ ക്വാളിറ്റി ഉണ്ടായിരിക്കും, അതുപോലെ വേസ്റ്റ് ഡിസ്പോസൽ, ഗ്ലോബൽ വാർമിങ്, അതൊക്കെ പിന്നെ മറ്റ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇതൊക്കെ ഒരു ബിസിനസ് എൻ്റർപ്രൈസസ് നേരിടുന്ന കുറച്ച് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസാണ്. ഈ ഇഷ്യൂസിനെയൊക്കെ ഓവർകം ചെയ്യുക എന്ന് വെച്ചാൽ വേസ്റ്റൊക്കെ കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് റീസൈക്കിൾ ചെയ്തിട്ട് പിന്നെ ഉപയോഗിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അത്തരത്തിൽ റീസൈക്കിൾ ചെയ്യുക. അതുപോലെ റീയൂസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കേട് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് തള്ളുന്നതിന് പകരം അതിനെ പിന്നെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൊസൈറ്റിക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്, ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പ്ലേസ് എ കീ റോൾ ഇൻ ദി റീഡിസൈനിങ് പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഇൻ ഓർഡർ ടു മീറ്റ് ദി എക്സീഡ് എൻവിറോൺമെൻറ്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എൻവിറോൺമെൻറ്റൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നിലവിലുള്ള പ്രൊഡക്റ്റിനെ റീഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിലൊക്കെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റീപ്രോസസ്സ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങും വേസ്റ്റേജ് ഡിസ്പോസ് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ സൊസൈറ്റിയുടെ ഭാഗത്ത് നിന്ന് ബിസിനസ്സിന് ഒരുപാട് പ്രഷർ വേണ്ടി വരും. എന്ന് വെച്ചാൽ അവർ അങ്ങനെ പ്രഷർ ചെയ്യും, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ബിസിനസ്സിന് എന്ത് വരും, ഒബ്വിയസ്ലി അവർക്ക് ഭയങ്കര പ്രഷർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇത്തരത്തിൽ പ്രോസസ്സ് റീഡിസൈനിങ്ങും റീസൈക്ലിംഗ് പ്രോസസ്സൊക്കെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻവിറോൺമെൻറ്റ് സ്റ്റാറ്റസിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇലക്ട്രോണിക് കൊമേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇ കൊമേഴ്സ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ത്രൂ ഇലക്ട്രോണിക് മീൻസ്. സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് മീഡിയം വഴി വാങ്ങുക, വിൽക്കുകയൊക്കെ ചെയ്യുക. ഫ്ലിപ്കാർട്ട്, ആമസോണ്, അതുപോലെ ഗ്ലോറോഡ്, മീഷോ, അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമുക്ക് പുതിയത് ഒരുപാടുണ്ട്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇലക്ട്രോണിക് കൊമേഴ്സിന് എക്സാമ്പിൾസാണ്. ഇലക്ട്രോണിക് കൊമേഴ്സ്, ഇ കൊമേഴ്സ് is the use of internet for conducting business activities such as communication, business transaction and data transfer. ഇപ്പോൾ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് സർവീസസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ബിസിനസ് ആക്ടിവിറ്റീസ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ബിസിനസ് ട്രാൻസാക്ഷൻ, ഡാറ്റ ട്രാൻസ്ഫർ ഇതൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോണിക് കൊമേഴ്സ് എന്ന് പറയുന്നത്. കമ്പനീസ് ടു റീച്ച് മോർ കസ്റ്റമേഴ്സ് അറ്റ് സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസിന് അവരുടെ പുതിയ കസ്റ്റമേഴ്സിനൊക്കെ കൂടുതൽ സ്പീഡിൽ കണ്ടുപിടിക്കാനൊക്കെ എന്ത് മുഖേന പറ്റുന്നുണ്ട്, ഇലക്ട്രോണിക് കൊമേഴ്സ് മുഖേന പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കട്ട് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ലിങ്ക് അല്ലേ ഉണ്ടാവുക, ഇവിടെ പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ കസ്റ്റമേഴ്സും കൂടെ ഡയറക്റ്റ് ലിങ്കാണ് ഉണ്ടാവുക, അവിടെ ഇൻ്റർമീഡിയറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷനിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹിസ്റ്റോറിക്കൽ ഇവല്യൂഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം,
സെക്കൻഡ് ആണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്, തേർഡ് ആണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഫോർത്ത് ആണ് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, നെക്സ്റ്റ് ആണ് ഇലക്ട്രോണിക് കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ 5 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ.